ഉറ്റുനോക്കുന്ന ചരക്ക് നീക്കത്തിന്റെ ഹബ്ബാകാൻ വിഴിഞ്ഞം ഒരുങ്ങുകയാണ്. AK സ്റ്റെഫിൻ കൂടി നമുക്കൊപ്പം വിഴിഞ്ഞത്ത് നിന്ന് ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഇന്നലെ വലിയ വരവേൽപ്പ് അവിടെയുള്ള പ്രദേശവാസികൾ തന്നെ ഈ കപ്പലിന്, ഈ മദർഷിപ്പിന് നൽകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം അവരെ സംബന്ധിച്ച് വലിയ തരത്തിൽ അവരുടെ ജീവിതം തന്നെ മാറുന്ന തരത്തിലുള്ള വികസനം വരാൻ പോവുകയാണ്. അവരുടെ നാട്ടിലേക്ക് അതിനുള്ള പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പൂർണ്ണമായും ഇത് തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ അവരുടെ ജീവിതം തന്നെ മാറി മറിയുന്ന പ്രതീക്ഷകളുണ്ട്. ഇന്ന് നോക്കൂ, പൊതുജനങ്ങൾക്ക് ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക്, ഈ ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്, സ്വീകരണമുണ്ട്. അവിടെയുള്ള ആളുകൾ എന്താണ് പറയുന്നത് സ്റ്റെഫൻ? ആര്യ, ഇനി മുതൽ തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാന നഗരം എന്ന് മാത്രമായിരിക്കില്ല അടയാളപ്പെടുത്തുക. ഇന്ത്യയുടെ, രാജ്യത്തിന്റെ തന്നെ തുറമുഖ നഗരമായി തിരുവനന്തപുരം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയാൻ കഴിയുക. ഇന്ന് 10 മണിയോട് കൂടിയാണ് ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുക. അതിനുവേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അത് കാണുന്നതിന് വേണ്ടി പൊതുജനങ്ങൾ അടക്കമുള്ളവർക്ക് പ്രവേശനമുണ്ട് എന്നുള്ളതാണ് പറയാൻ കഴിയുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകുന്നതിന് വേണ്ടി പലയിടത്തു നിന്നും, സംസ്ഥാനത്തിന്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഇതിന്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ആളുകൾ ഈ കപ്പൽ കാണുന്നതിനും ഈ ഒരു കപ്പലിനെ ഏറ്റവും അടുത്ത് കാണുന്നതിനും ഇതിന്റെ ഒരു ചരക്ക് നീക്കം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ കണ്ടെയ്നറുകൾ എങ്ങനെയാണ് ഇറക്കി വെക്കുന്നത് എന്നൊക്കെ കാണുന്നതിന് വേണ്ടിയൊക്കെ ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ വന്ന് ചേർന്നിട്ടുണ്ട്. അവരെയൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അതോടൊപ്പം തന്നെ വിഴിഞ്ഞം എന്ന പുരാതന തുറമുഖ നഗരം ഒരിക്കൽ കൂടി പുനർജനിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തം കൂടിയാണ് ഇത്. പഴയ തുറമുഖ നഗരത്തിലേക്ക് പണ്ട് റോമാക്കാരുടെയും അറബികളുടെയും പായ്ക്കപ്പലുകൾ എത്തിയിരുന്നുവെങ്കിൽ, പക്ഷേ ഇനി അങ്ങനെയുള്ള പായ്ക്കപ്പലുകളായിരിക്കില്ല, ലോകത്തിലെ തന്നെ വമ്പൻ ചരക്ക് കപ്പലുകൾ ആയിരിക്കും ഇനി ഇവിടെ വന്ന് എത്തുക. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ രാജ്യത്ത് തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കരയോട് തന്നെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു തുറമുഖം എന്ന ഒരു ഖ്യാതി കൂടി വിഴിഞ്ഞത്തിന് അവകാശപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് ഏറെ പ്രത്യേകത. അത് കേരളത്തിനും വലിയ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം ഈ തുറമുഖത്തിന്റെ ഈ കണ്ടെയ്നർ ഷിപ്പിന്റെ ദൃശ്യങ്ങളുണ്ട്. അതോടൊപ്പം തൊട്ടടുത്ത് മത്സ്യത്തൊഴിലാളികൾ, ഏതാണ്ട് കയ്യെത്തും ദൂരത്ത് മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഉപജീവനത്തിന് വേണ്ടി മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കമ്പിവലയിൽ മീൻ പിടിക്കുന്ന ആളുകൾ, തൊട്ട് അടുത്ത്, ഏതാണ്ട് ഇതൊക്കെ ഒരു മീറ്ററുകളുടെ മാത്രം വ്യത്യാസമാണ്. അവിടെ ഈ ഷിപ്പ് കാണുന്നതിന് വേണ്ടിയൊക്കെ പല സ്ഥലത്തു നിന്നും വന്നിട്ടുള്ള ആളുകൾ, അങ്ങനെ എല്ലാം കൂടെ ചേരുന്ന ഒരു ചരിത്ര പ്രദേശമാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം. അങ്ങനെയായി മാറിയിരിക്കുന്നു. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഉണ്ടാകാൻ പോകുന്ന പേരും പെരുമയും അതോടൊപ്പം തന്നെ വികസന കുതിപ്പും എന്ന് പറയുന്നത് വളരെ വലുതാണ്. തീർച്ചയായും പേരും പെരുമയും വികസന കുതിപ്പും അത് വളരെ വലുതാണ്. സ്റ്റെഫിൻ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ തിരുവനന്തപുരം ഇനി അറിയപ്പെടുക നാവിക ഭൂപടത്തിൽ അത് വലിയ രീതിയിൽ മാറ്റം വരാൻ പോവുകയാണ്. നമുക്ക് വലിയ രീതിയിൽ ഇന്ത്യയിൽ തന്നെ, ലോകത്ത് തന്നെ ഉറ്റുനോക്കുന്ന ഒരു തുറമുഖമായി മാറാൻ പോവുകയാണ് നമ്മുടെ വിഴിഞ്ഞം.